സ്പന്ദനത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ശ്രീഹരി, ഫൗണ്ടർ ഓഫ് ചേതന ലൈഫ് സ്റ്റൈൽ സെൻറ്റർ ഇൻ ട്രിവാൻഡ്രം ആൻഡ് ഗ്രാൻഡ് മാസ്റ്റർ റേക്കി ഇൻ്റർനാഷണൽ ട്രിവാൻഡ്രം. റേക്കി പലരും ചോദിക്കാറുണ്ട്, എന്താണ് ഇതിൻ്റെ അർത്ഥം, റേക്കി എന്താണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. റേക്കി ഒരു ജാപ്പനീസ് ടേമാണ്, രണ്ട് പദങ്ങൾ ചേർന്നുണ്ടായതാണ്. റേ എന്നാൽ യൂണിവേഴ്സൽ എന്നും കീ എന്നാൽ ലൈഫ് ഫോഴ്സ് എനർജി എന്നാണ് അർത്ഥം. അപ്പോൾ യൂണിവേഴ്സലി പ്രസൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് ഫോഴ്സ് എനർജി, പ്രാണ എന്ന് തന്നെ ചുരുക്കി പറയാം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രാണൻ. ഈ പ്രാണനെ കൊണ്ടുള്ള ഒരു എസൻഷ്യൽ, എന്താണ് അത്യാവശ്യമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ജീവൻ താങ്ങി നിൽക്കുന്ന ഒരു ജീവശക്തി തന്നെയാണ് പ്രാണൻ. സോ റേക്കി എന്ന് പറഞ്ഞാൽ പ്രാണശക്തി എന്ന് അർത്ഥമാക്കാം. റേക്കിയുടെ പ്രചാരണം ലോകമെമ്പാടും വളരെ ഫേമസ് ആണ് ഇന്നത്തെ കാലത്ത്. അതിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചെല്ലാം ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം. റേക്കി ആദ്യമായി കണ്ടുപിടിച്ചത് ഡോക്ടർ ഉസൂയിയാണ്. ജാപ്പനീസ് മോങ്ക് ഡോക്ടർ ഉസൂയിയാണ്. ഒരു 1922 ഇതിൻ്റെ പ്രചാരം ജപ്പാനിൽ തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള ഡോക്ടർ ഹയാഷി, അദ്ദേഹമാണ് ജപ്പാനിൽ കൂടുതൽ പ്രചാരത്തിൽ റേക്കിയെ കൊണ്ടുവന്നതും. അതുവഴി അദ്ദേഹത്തിൻ്റെ ശിഷ്യ തക്കാത്ത, ജാപ്പനീസ് ഒറിജിനാണെങ്കിലും അമേരിക്കക്കാരി, ഇതിനെ അമേരിക്കയിലും യൂറോപ്പിലും നല്ല പ്രചാരണം കൊടുക്കുകയുണ്ടായി. അങ്ങനെ റേക്കി പ്രസിദ്ധമായി മാറുകയും ചെയ്തു. അവിടെ നിന്നാണ് അമേരിക്കയിലെ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ള വില്യം റാൻഡ് ഇന്ത്യയിൽ ധാരാളം പ്രചാരണങ്ങളും വർക്ക്ഷോപ്പുകളും നടത്തുകയും എൻ്റെ മാസ്റ്റർ സൂരജ് മുസാദ് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് ഞാൻ പഠിക്കുകയും ഇടയായത്. അങ്ങനെ എൻ്റെ ലീനേജ് നോക്കിയാൽ ഡോക്ടർ ഉസൂയി, ഹയാഷി, തക്കാത്ത ആൻഡ് വില്യം റാൻഡ്, മുസാദ് ആൻഡ് മീ, ദാറ്റ് ഈസ് മൈ ലീനേജ് ടു റേക്കി. അവിടെ നിന്ന് ആരംഭിച്ചിട്ട് റേക്കിയുടെ വിവിധ വർക്ക്ഷോപ്പുകൾ ലോകമെമ്പാടുകളും ഞങ്ങൾ ഞാനും ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അമേരിക്കയിൽ ധാരാളം വർക്ക്ഷോപ്പുകൾ ചെയ്യാൻ അവസരമുണ്ടായി. യൂറോപ്പിലും സർവോപരി ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ വർക്ക്ഷോപ്പുകൾ ധാരാളം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി സാധാരണ റേക്കി പ്രാക്ടീസുകളെക്കുറിച്ച് പറയുമ്പോൾ, റേക്കി എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, റേക്കിയിൽ എന്താണ് പ്രധാനമായിട്ടുള്ള എനർജിയുടെ തത്വം എങ്ങനെയാണ്, സയൻസ് എന്താണ് എന്നൊക്കെ ആയിരിക്കും. ഈ പ്രാണശക്തി മനുഷ്യ ശരീരത്തിൽ സഞ്ചരിക്കുന്ന മെയിൻ പാത്ത് വേസ് ആണ് ചക്ര സിസ്റ്റം എന്നറിയപ്പെടും. ചക്ര സിസ്റ്റം തന്നെയാണ് ഈവൻ യോഗശാസ്ത്രത്തിലും എല്ലാം അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ചക്ര സിസ്റ്റം എന്ന് പറയുമ്പോൾ മെയിൻ മെറിഡിയൻ ഓഫ് എനർജി എന്ന അർത്ഥമുള്ളൂ. നമ്മുടെ ഹെഡിൻ്റെ മുകൾ ഭാഗം മുതൽ എനൽ ഭാഗത്തിരിക്കുന്ന ഒരു മസിലുണ്ടല്ലോ, പെരിനിയം മസിൽ, അതായത് എനലിനും സെക്സ് ഓർഗനും ഇടയ്ക്കുള്ള ഒരു മസിലാണ് പെരിനിയം മസിൽ. ദാറ്റ് ലീഡ്സ് ടു ദ സ്ട്രെയിറ്റ് ലൈൻ ലീഡ്സ് ടു ഹെഡ് ടു ദ പെരിനിയം മസിൽ വിച്ച് ഈസ് കോൾഡ് ദ മെയിൻ സിസ്റ്റം, മെയിൻ പാത്വേ ഓഫ് എനർജി. മെയിൻ പാത്വേ ഓഫ് എനർജി എന്ന് പറയുമ്പോൾ നമ്മുടെ റോഡുകൾക്കൊരു ഹൈവേ എന്ന് പറയുന്ന പോലെ എനർജിയുടെ ഒരു പ്രധാന ഹൈവേ ഇതാണ്. അപ്പോൾ തലയിലെ സഹസ്രാര ചക്ര, ക്രൗൺ ചക്ര എന്ന് വിളിക്കപ്പെടുന്ന സഹസ്രാരത്തിൽ വീഴുന്ന എനർജി നേരെ ആജ്ഞാചക്ര, തേർഡ് ഐ ചക്ര എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ദ ബ്രോസ്, സെൻറ്ററിൽ കൂടെയാണ് ഈ ആക്സിസ് ഉള്ളത്. ആൻഡ് അഗെയിൻ ദ നെക്സ്റ്റ് വൺ ഗോസ് ടു ദ ത്രോട്ട് ചക്ര, തൊണ്ടയുടെ നടുക്കായിട്ട് വരും. അത് കഴിഞ്ഞാൽ ഹാർട്ട് ചക്ര, ചെസ്റ്റിൻ്റെ മധ്യഭാഗത്തായിട്ട് വരും. തൊട്ടു താഴെ സോളാർ പ്ലെക്സസ് ചക്ര, അത് വയറിൻ്റെ മധ്യഭാഗത്ത് വരും. ആൻഡ് നേവൽ ചക്ര, ഹരചക്ര എന്ന് പറയുന്നത് നേവലിന് താഴെയായിട്ട് വരും. അത് കഴിഞ്ഞാൽ അവസാനത്തേതായ റൂട്ട് ചക്ര ഇൻ ദ പെരിനിയം മസിൽ. അങ്ങനെ ഒരു മെയിൻ ആക്സിസ്, നമ്മുടെ എർത്തിനൊരു ആക്സിസ് ഉണ്ടെന്ന് പറയുന്നത് പോലെ വി ഹാവ് ഗോട്ട് എൻ എനർജി ആക്സിസ് വിച്ച് ഈസ് കോൾഡ് എനർജി ആക്സിസ് ആണ് ഈ ചക്ര സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സാധാരണഗതിയിൽ മെയിൻ സെൻറ്റേഴ്സ് ഓഫ് എനർജി എന്ന് അറിയപ്പെടുന്നത്. റേക്കിയിൽ മെയിൻ സെൻറ്റേഴ്സ് ഓഫ് എനർജി ഇതാണ്. നമ്മുടെ പുരാതന കാലത്ത് അഗസ്ത്യരുടെ മർമ്മശാസ്ത്രത്തിൽ പോലും ചക്ര സിസ്റ്റം മെയിൻ മെറിഡിയനായിട്ട് തന്നെ നിലകൊള്ളുന്നുണ്ട്. അതിൽ നിന്ന് സബ് ചക്രാസ് ധാരാളമുണ്ടായി മർമ്മ പോയിൻ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അവയിലും സഞ്ചരിക്കുന്ന ശക്തി എനർജി തന്നെയാണ്. എനർജി ശക്തി കൊണ്ട്
തൊടാതെ തന്നെ അതിനെ ആപ്ലിക്കബിൾ ആക്കാമെന്ന് തെളിയിച്ച ഒരു ഋഷിവര്യനാണ് അഗസ്ത്യ മുനി. അപ്പോൾ അന്നത്തെ ശാസ്ത്രത്തിൻ്റെ എത്രയോ കാലം മുമ്പ് ഇത്തരം ശാസ്ത്രങ്ങൾ മുനിവര്യന്മാർ പറഞ്ഞിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. നമ്മുടെ ഈ മെയിൻ മെറിഡിയൻ്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. എല്ലാവർക്കും അവരവരുടെ എനർജിയെ ശക്തിപ്പെടുത്താനും പുഷ്ടിപ്പെടുത്താനും എപ്പോഴും ആഗ്രഹം ഉണ്ടാവാറുണ്ട്. അതുതന്നെയല്ല, അതാണ് അതിൻ്റെ പ്രാക്ടീസും. അപ്പോൾ ഈ എനർജി സെൻറ്ററുകളെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനമായും നമുക്ക് ചെയ്യാൻ കഴിയുക. നമ്മുടെ ശരീരത്തിലേക്ക് എനർജി പ്രവേശിക്കുന്ന പ്രധാന ആക്സിസിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ അവ നീക്കം ചെയ്തിട്ട് എനർജിയെ പുഷ്ടിപ്പെടുത്തി ഗ്രൗണ്ട് ചെയ്ത് നിർത്തുക. അപ്പോൾ മനുഷ്യൻ എപ്പോഴും എനർജിയാൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് സത്യം. ജനിച്ചു കഴിഞ്ഞാൽ മരണം വരെ എനർജിയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഈ എനർജി, ഈ റേക്കി എനർജി അല്ലെങ്കിൽ പ്രാണ നമ്മളിൽ നിന്ന് വാർന്നു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ജീവൻ വടിഞ്ഞു എന്ന് തന്നെ സങ്കല്പിക്കേണ്ടി വരും. കാരണം വിത്തൗട്ട് എനർജി ഫുഡോ മറ്റു കാര്യങ്ങളോ, പ്രാണൻ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്നൊരു ധാരണ വരാറുണ്ട്, പ്രാണ ഓക്സിജനാണോ? ഒരു 90% ആളുകളും ചിന്തിക്കുന്നതാണ് ശ്വാസം നിന്നാൽ പ്രാണൻ പോയി. അപ്പോൾ ശ്വാസം പ്രാണനല്ല, ശ്വാസത്തിൽ പ്രാണനുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് പ്രാണൻ ഏതെല്ലാം തരത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളത് ഇതോടൊപ്പം ഞാൻ പറയാം. പ്രാണൻ പ്രകാശമായും താപമായും സൂര്യനിൽ നിന്ന് കിട്ടുന്നത് മാത്രമല്ല, ഈ താപം കൊണ്ട് ആഹാരത്തിലൂടെയും ഈ താപം കൊണ്ട് വായുവിലൂടെയും ജലത്തിലൂടെയും നമുക്ക് പ്രാണൻ ലഭ്യമാകുന്നുണ്ട്. പ്രാണനാൽ നിറഞ്ഞ ഒരു ജലശേഖരത്തിൽ നിന്ന്, അല്ലെങ്കിൽ ജലം പ്രാണനാൽ മുക്തമാണെങ്കിൽ, പ്രാണനിൽ ലയിച്ചിരിക്കുന്ന ജലമാണെങ്കിൽ അവ പ്രാണശക്തിയുള്ള ജലമായി കണക്കാക്കാം. പ്രാണശക്തിയുള്ള ആഹാരമാണെങ്കിൽ അങ്ങനെയും പറയാം, പ്രാണശക്തിയുള്ള ആഹാരം എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ വായു, പ്രാണശക്തിയുള്ള വായുവാണെങ്കിൽ അത് ശ്വസനയോഗ്യമാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇത്തരം പ്രാണശക്തി കൊണ്ട് പുഷ്ടിപ്പെടുന്ന ആഹാര വസ്തുക്കളെല്ലാം നമുക്ക് പ്രാണൻ തരുന്നത് തന്നെയാണ്. അപ്പോൾ പ്രാണൻ തരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ആഹാരവും വായുവും ജലവും പെടും എന്ന് മനസ്സിലാക്കുക. വായു പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ജലത്തിനും, ജലം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആഹാരവും. അപ്പോൾ ഇവയെല്ലാം ചേർന്ന പിന്നെ പ്രകാശവും ഊർജവും താപവും എല്ലാം ഇതുപോലെ തന്നെ പ്രാധാന്യമേറിയതാണ്. അപ്പോൾ ഇവയുടെ എല്ലാം ഒരു സംയോഗമാണ് പ്രാണശക്തി. പ്രധാനമായും സൂര്യനിൽ നിന്ന് ലഭിക്കുന്നു എങ്കിൽ പോലും അവയുടെ കൺസംഷൻ, നമ്മൾ ഉപയോഗം തീർച്ചയായും ഇങ്ങനെ പലതരത്തിലാണ്. പ്രാണനിൽ കൂടി, അതായത് വായുവിൽ കൂടി ഓക്സിജൻ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. വായുവിൽ ഏറിയ പങ്കും നൈട്രജൻ ആണെങ്കിൽ പോലും 18-20% ഓക്സിജനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ ഓക്സിജന് കത്താനുള്ള പ്രവണത കൂടുതലാണ്. ഓക്സിജൻ ശരീരത്തിനകത്ത് ബേൺ ചെയ്ത് ഊർജം പ്രദാനം ചെയ്ത് താപവും പ്രദാനം ചെയ്യുന്ന ഒരു വാതകമാണ്. അതില്ലാതെ നമുക്ക് ശരീര ഊഷ്മാവ് നിലനിർത്താൻ സാധ്യമല്ല. ജലമാകട്ടെ ഡീഹൈഡ്രേഷൻ ഇല്ലാതെ താപത്തെ കൂട്ടാതെ ബാലൻസ് ചെയ്യേണ്ട തത്വവും ജലം നിർവഹിക്കുന്നുണ്ട്. ആഹാരം മറ്റ് ന്യൂട്രിയൻസ് എല്ലാം സപ്ലൈ ചെയ്യുന്നുണ്ട്. മറ്റ് ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്യാൻ പറ്റാത്ത ന്യൂട്രിയൻസോ സ്രവങ്ങളോ ഉണ്ടെങ്കിൽ അവ ഈ ന്യൂട്രിയൻസിലൂടെ ലഭ്യമാക്കുന്ന കോശങ്ങളിലൂടെ ബ്രെയിൻ സമ്പുഷ്ടമാക്കാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഈ പ്രാണശക്തി നമ്മുടെ ശരീരത്തിലേക്ക് യഥേഷ്ടം ഒഴുകിയെത്തുന്നുണ്ട്. നമ്മുടെ പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് ധാരാളം യാതൊരു ഇൻറ്റൻഷനും ഇല്ലാതെയുണ്ട്. അപ്പോൾ ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ ധാരാളം കിട്ടുമെന്നറിയാം, കിട്ടുകയും ചെയ്യും. നമ്മുടെ എല്ലാ ഉപാപചയ പ്രവർത്തനങ്ങൾ, മെറ്റബോളിസം എല്ലാം തന്നെ കറക്റ്റായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ മെഡിറ്റേഷനുകൾ നമ്മുടെ എനർജിയെ ശക്തിപ്പെടുത്തുമെന്നും മെഡിറ്റേഷനുകൾ നമ്മൾ ദൈനംദിന ജീവിതത്തിലുണ്ടാക്കുന്ന ബ്ലോക്കുകളെ മാറ്റുമെന്നും എല്ലാ മനുഷ്യരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് തന്നെ നമുക്കുണ്ടാകുന്ന ബ്ലോക്കുകളെ മാറ്റാമെന്നും റേക്കിയിലൂടെ പഠിക്കുക. അതിന് പ്രധാനമായിട്ടും റേക്കിയിൽ അഭ്യസിപ്പിക്കുന്നത് 2 തരം മെഡിറ്റേഷനുകളാണ്. ഒന്ന്, നമ്മൾ സ്വയം നമ്മുടെ ആത്മശക്തിയെ വീണ്ടെടുക്കുന്ന മെഡിറ്റേഷൻ. ആ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫോം ചെയ്ത നമ്മുടെ ആദികോശത്തിൻ്റെ കോൺഷ്യസ്നെസ് അറിയുന്ന മെഡിറ്റേഷനാണ്. അത് ധ്യാനത്തിലൂടെ, റിലാക്സേഷൻ മെഡിറ്റേഷനിലൂടെ
നമുക്കത് തിരിയും, നമ്മളത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. എന്നാൽ എനർജി കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ 2 തരം മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട് നിത്യവും. രാവിലെ സൂര്യനോടൊപ്പം ചെയ്യുന്ന അസെൻഡിങ് മെഡിറ്റേഷൻ ഓഫ് ചക്രാസ്, ചക്ര മെഡിറ്റേഷൻ അസെൻഡിങ് ഓർഡറിൽ ചെയ്യുന്നതാണ് ആദ്യ മെഡിറ്റേഷൻ. ഈവനിങ്ങിൽ ചക്ര മെഡിറ്റേഷൻ ഇൻ ഡിസെൻഡിങ് ഓർഡർ തിരിച്ചാണ് ചെയ്യുക. എന്താണ് ഈ മെഡിറ്റേഷൻ എന്ന് നോക്കാം.